ഇപ്പം വളരെ മലീമസമായ ഒരു നിലയിലാണ് ഈ സിനിമാ രംഗം മൊത്തത്തിൽ. അപ്പം അത് വന്ന് മാറ്റിയെടുക്കുന്നതിന് ഓരോ സിനിമാ പ്രവർത്തകനും, അത് നിർമ്മാതാക്കൾ തൊട്ട് അവസാനത്തെ ആൾ വരെയുള്ള ഓരോരുത്തരും ശ്രമിക്കണമെന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. ഈ ആദ്യം നിർമ്മാതാവിൽ തുടങ്ങണം. നിർമ്മാതാവ് ഇങ്ങനെയുള്ള ആൾക്കാരെ മാറ്റി നിർത്തി അത് കൃത്യമായി, ഇപ്പം നിർമ്മാതാക്കൾക്കൊരു കുഴപ്പമൊരു പുതിയ സിനിമ എടുക്കാൻ വരുന്നതിൽ, പുതിയ സിനിമ വരുന്നതിൽ 90% പേര് പുതുതായിട്ട് സിനിമ എടുക്കാൻ വരുന്നവരാണ്. ആ നിർമ്മാതാക്കൾ ഒരു 90% സെറ്റിലില്ല എന്നുള്ളത്. ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് അവരില്ല. അവരാരെങ്കിലും ഏൽപ്പിച്ചിട്ട് ദുബായിലോ അമേരിക്കയിലോ അല്ലെങ്കിൽ വിദേശത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ വേറെ ബിസിനസ്സോ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അവർക്കിതിന് വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല. ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്ന ആൾ എന്ന് പറയണത് ഒന്നീ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിനിധിയായിരിക്കാം. പക്ഷെ അവരുടെ കയ്യിലൊന്നും നിൽക്കുന്നതല്ല. കൃത്യമായ തീരുമാനമെടുക്കണമെങ്കിൽ പൈസ മുടക്കുന്ന നിർമ്മാതാവ് തന്നെ വേണം. അതിനുള്ള ചങ്കൂറ്റം. ഇതൊക്കെ അപ്പോൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ബന്ധപ്പെട്ടവരെ പെട്ടെന്ന് അറിയിക്കാനുള്ള ഇതെല്ലാം ഇവിടെ ഉണ്ട്, സന്നാഹങ്ങളെല്ലാം ഇവിടെ ഉണ്ട്, സിനിമയ്ക്കകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതെന്തുകൊണ്ട് അറിയിക്കുന്നില്ല? ഇപ്പം ബിൻസി ചെയ്തതുപോലെ തന്നെ മറ്റുള്ള ഓരോരുത്തർക്കും ചെയ്യാവുന്നതാണ്. അങ്ങനെ പെട്ടെന്ന് ഇത് പ്രതികരിച്ചാൽ മാത്രമേ ഇതല്ലാതെ എല്ലാം കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ പറയാണ് ഞാൻ അങ്ങനെ പോയപ്പോൾ ഇങ്ങനെയായിരുന്നു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ളതാണ്. ഇത് അപ്പോൾ തിരുത്തി പോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറയുന്നത് ടെക്നീഷ്യൻസ് കുറച്ചുകൂടെ, ടെക്നീഷ്യൻസിൻ്റെ അസോസിയേഷനായ ഫെഫ്ക കുറച്ചുകൂടെ ഒന്ന് സീരിയസ് ആയിട്ട് ഈ പ്രശ്നത്തെ കണ്ട് അവരുടെ അംഗങ്ങളെ ഒന്നുകൂടി ബോധവൽക്കരണം നടത്തണം. ചെയ്തു തുടങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടി വിഗറസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസിലേക്ക് കിടക്കണം. അതുപോലെ തന്നെ നിർമ്മാതാക്കളുടെ അസോസിയേഷനും ചേംബറും എല്ലാം ഈ നിർമ്മാതാക്കളെ നല്ലവണ്ണം ഒന്ന് അഡ്വൈസ് ചെയ്ത് ഇതിനൊരു ബോധവൽക്കരണം നടത്തണം. അതുപോലെ തന്നെ സർക്കാർ ഈ സിനിമ സംഘടനയിലെ പ്രമുഖ സംഘടനയിലെ ആൾക്കാരെ ഇരുത്തി ഇതെങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം എന്നുള്ളത് പത്രമാധ്യമങ്ങളിൽ കൂടി ചർച്ചയ്ക്ക് വയ്ക്കാതെ അത് നമുക്കൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കണം. ആ പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതെങ്ങനെ പ്രവർത്തിക്കുമെന്ന് അറിയുമ്പോൾ മാധ്യമങ്ങൾ അറിഞ്ഞാൽ മതി. അല്ലാതെ നമ്മളൊരു ചർച്ച നടത്താൻ തുടങ്ങുമ്പോഴേ 50 പത്രക്കാരവിടെ വന്ന് നിൽക്കും, ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ് അങ്ങനെയാണ് അപ്പം തന്നെ അവർ തീരുമാനമെടുത്തു കഴിഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല. ഇതൊരു പബ്ലിസിറ്റി അല്ലല്ലോ ചെയ്യേണ്ടത്. നമ്മളെന്താണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അത് പബ്ലിസിറ്റി ആയിക്കോട്ടെ, എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തത് അത് പബ്ലിസിറ്റി ആയിക്കോട്ടെ ആ സമയത്ത്. അല്ലാതെ അതിന് മുമ്പുള്ള ഒരു പബ്ലിസിറ്റി വേണ്ട. അപ്പം അതുകൊണ്ട് സർക്കാർ ഇതിൽ ക്രിയാത്മകമായിട്ട് ഇത്രയും സംഘടനകളുടെ പ്രതിനിധിയെ വിളിച്ച് ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ള ഒരു ചർച്ച നടത്തി ഒരു സൊല്യൂഷൻ കണ്ടെത്തി. അതുപോലെ തന്നെ ഹേമ കമ്മീഷൻ്റെ പറഞ്ഞല്ലോ, ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ മെയിൻ സ്ത്രീകളുടെ നേരെയുള്ള അതിക്രമങ്ങളെ പറ്റി മാത്രം ഇവിടെ, കാരണം അതാകുമ്പോൾ ഭയങ്കര ഒരു സംഭവമായി മാറുമല്ലോ. അതുകൊണ്ട് ഇവിടെ ആദ്യം അവർ പ്രത്യേകത്തെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ലഹരി ഉപയോഗത്തിൻ്റെ കാര്യം. ഇന്ന് വരെ അത് നോട്ട് ചെയ്തിട്ടില്ലല്ലോ, പോയിന്റ് ഔട്ട് ചെയ്തിട്ടില്ലല്ലോ, സർക്കാരും ചെയ്തിട്ടില്ലല്ലോ. എന്തുകൊണ്ട് ചെയ്യാത്തത്? അന്ന് ഇത് തുടങ്ങി വെക്കണ്ടേ ഈ ലഹരിക്കൻ? ഞാൻ പറഞ്ഞ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതിന് തന്നെ ഉറച്ചു നിൽക്കുന്നു. സിനിമയിൽ മാത്രമല്ല ഈ ലഹരി ഉപയോഗം പല സ്ഥലങ്ങളിലും ഉണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനൊരു ഓട്ടോയിൽ കയറി ഒരു ദിവസം. താടി വെച്ച ഒരു കക്ഷിയാണ്, ഒരു അലസമായി വണ്ടി ഓടിക്കുന്നു. അത് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ സ്വഭാവമാണെന്ന് കരുതി ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അയാളൊരു കറക്റ്റായിട്ട് ഓടിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് പിടിച്ചൊക്കെ കൊണ്ടുപോകുന്നു, തട്ടലിൽ നിന്നും കത്തിച്ച് രക്ഷപ്പെടുന്നു. ഇങ്ങനെയൊക്കെ വന്നു എനിക്ക് മനസ്സിലായി ഇയാൾ ഈ ലഹരി ഉപയോഗത്തിലാണെന്നുള്ളത്. എന്നാൽ ഒരു സ്മെല്ലോ ഒന്നും പറ്റുന്നില്ല, സ്മോളടിച്ചിട്ട് ഓടിക്കണമെന്ന് വെച്ചാൽ അപ്പോൾ പോലീസിനും പിടിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇത് അവിടെ തൊട്ടേ ഉണ്ടെന്ന് ഞാൻ പറയാം, അടിത്തട്ട് തൊട്ടേ ഉണ്ട്. അപ്പം അത് തൊട്ട് പിടിച്ചു തുടങ്ങണം. ഈ പറയുന്നത് പോലെ നമുക്കിപ്പം എല്ലാ ഓട്ടോക്കാരെയും പറയാൻ പറ്റില്ല, വളരെ ചുരുക്കം വിരലിനാവുന്നവരായിരിക്കും അത് ചെയ്യുന്നത്. പക്ഷെ അത് തൊട്ടുണ്ട്, വണ്ടി ഓടിക്കുന്നവർ ഒന്നാലോചിച്ച് അത് തൊട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതിന് ഉന്മൂലനം ചെയ്യാനുള്ള നടപടികൾ സർക്കാർ ഭാഗത്തുനിന്ന് ഉണ്ടാവും.